പൈൽസ് ശസ്ത്രക്രിയയ്ക്കിടെ ബംഗളൂരുവിലെ സർക്കാർ ആശുപത്രിയിൽ മരിച്ച കണ്ണൂർ ഇരിവേരി സ്വദേശി ഷാനവാസിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് തുടക്കമായി. ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിൽ ആണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. മാർച്ച് 16-നാണ് ഷാനവാസ് ബംഗളൂരുവിലെ വിക്ടോറിയ ആശുപത്രിയിൽ പൈൽസ് ചികിത്സയ്ക്കിടെ മരിച്ചത്. ചികിത്സാ പിഴവാണ് മരണകാരണം എന്നായിരുന്നു ആരോപണം. മൊബൈൽ ടോർച്ച് വെളിച്ചത്തിലാണ് ആശുപത്രി ശസ്ത്രക്രിയ നടത്തിയത്. ഗുരുതരമായ ചികിത്സാ പിഴവാണ് ഷാനവാസിന്റെ മരണത്തിന് കാരണമായതെന്നും ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. കെ.വി. ബൈജു നമുക്കിപ്പം ചേരുന്നുണ്ട്. ബൈജു, വലിയ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം നടത്തി ഒരു ശാസ്ത്രീയ പരിശോധന, അതാണോ ലക്ഷ്യം? എന്താണ് അവിടുത്തെ നടപടിക്രമങ്ങൾ, എങ്ങനെ പുരോഗമിക്കുന്നു? തീർച്ചയായും സൈത്തെ, ഈ വിക്ടോറിയ സർക്കാർ ആശുപത്രിക്കെതിരെ, ബംഗളൂരുവിലെ ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇവർ ഉന്നയിച്ചിരുന്നത്. അങ്ങനെ ഒരു പരാതി നൽകിയും പിന്നീട് കോടതി ഉത്തരവോടുകൂടിയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഇരിവേരി ജുമാ മസ്ജിദിൽ മാർച്ച് 16-ന് കബറടക്കിയ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ജുമാ മസ്ജിദിന്റെ ആളുകൾ പറയുന്നത് ചരിത്രത്തിൽ അവരുടെ ആദ്യമായാണ് ഇങ്ങനൊരു നടപടി എന്നാണ്. കാരണം ഇത്തരത്തിൽ ഈ ആശുപത്രിക്കെതിരെ അങ്ങേയറ്റം ഗുരുതരമായ ഒരു ആരോപണമാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ഈ പൈൽസ് രോഗത്തിന് ചികിത്സ തേടി പിന്നീട് അവിടെ നിന്നും ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും വീട്ടിൽ നിന്നും അമിത രക്തസ്രാവത്തെ തുടർന്ന് ഇയാൾ ഷാനവാസ് മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ആശുപത്രിയുടെ ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവെന്ന് ആരോപിച്ചായിരുന്നു കുടുംബം പോലീസിൽ പരാതി നൽകിയത്. പിന്നീട് കോടതി ഉത്തരവോടുകൂടിയാണ് ഇങ്ങനെ ഒരു നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ഏതായാലും പരിയാരം മെഡിക്കൽ കോളേജിലെ സർജന്മാരുണ്ട്, ഫോറൻസിക് സർജന്മാരുണ്ട്, അതോടൊപ്പം ബംഗളൂരിൽ നിന്നുള്ള പോലീസുണ്ട്, ചക്കരക്കൽ പോലീസുണ്ട്. തഹസിൽദാരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. 8 മണിയോടുകൂടി തന്നെ സംഘമെത്തി ഈ കബർ പുറത്തെടുത്ത് ഇതിൽ നിന്നും മൃതദേഹം പുറത്തെടുത്ത് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം ഇവിടെ നിന്ന് തന്നെ നടക്കും. അതിനുശേഷം ഇതിന്റെ സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഇതിനൊരു വ്യക്തത വരുത്താൻ വേണ്ടി മറ്റ് നടപടികളിലേക്ക് അടുക്കുക. ഏതായാലും ഒരു 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 11:30യോടുകൂടി ഇത് പൂർത്തിയാകുമെന്നാണ് നമുക്കിപ്പോൾ ഇവരിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരുടെ പരാതിയെ തുടർന്നാണ് ഇങ്ങനെ ഒരു നടപടി. വലിയ ആരോപണം, ഗുരുതരമായ ആരോപണം ഈ വിക്ടോറിയ ആശുപത്രിക്കെതിരെ കുടുംബം ഉന്നയിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇവരുടെ ഈ ഒരു സംശയം അത് മാറ്റേണ്ടതുണ്ട്. അത് ഏത് തരത്തിലായിരിക്കും ഇവരുടെ ഈ ഒരു ആരോപണം ശരിവെക്കുന്ന രീതിയിലായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് വലിയ അന്വേഷണത്തിലേക്കൊക്കെ ആശുപത്രിക്കെതിരെ ഉള്ള കാര്യങ്ങളിലേക്ക് പോകും. ബംഗളൂരിൽ നിന്നുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും ഫോറൻസിക് ഡോക്ടർമാരടങ്ങുന്ന സംഘവും ഇപ്പോൾ ഈ ഒരു നടപടിക്ക് നേതൃത്വം നൽകുന്നുണ്ട്. തഹസിൽദാരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ നടപടി പുരോഗമിക്കുന്നത്. സൈത്തെ, അതാണ് സാഹചര്യം. എന്തായാലും കണ്ണൂർ സ്വദേശി ഷാനവാസിന്റെ മരണത്തിലാണ് ഏറെ ദുരൂഹത കുടുംബം ആരോപിക്കുന്നത്. ചികിത്സാ പിഴവാണ്, ഗുരുതരമായ ചികിത്സാ പിഴവ് എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. കോടതി ഒടുവിൽ ഇടപെട്ടു. ഇതാ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടിയാണ് മൃതദേഹം പുറത്തെടുക്കുന്നത്. നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.